എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരമാണ്. അപ്പോൾ അതിൽ നമ്മുടെ പോലീസുകാർ അവരോട് ചെയ്ത ആ ഒരു ദ്രോഹമാണ് സത്യം പറയുകയാണെങ്കിൽ. തല്ലാം, ഒരു മനുഷ്യനെ തല്ലാം, പക്ഷേ അതിനൊക്കെ കുറച്ച് മര്യാദയൊക്കെ വേണ്ടേ സാറന്മാരെ? തല്ലുന്നതിൽ കുഴപ്പമില്ല, തെറ്റ് ചെയ്യുകയാണെങ്കിൽ തല്ല് തന്നെ വേണം. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് വരുന്നു ഒരുത്തൻ, റേപ്പ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല അടി വെച്ച് കൊടുക്കണം, നല്ല ഇടി തന്നെ വെച്ച് കൊടുക്കണം. അതിലൊന്നും ഒരു തെറ്റും ആരും പറയത്തില്ല. ഒരാളെ കൊന്നു, പച്ചയ്ക്ക് കൊന്നിട്ടെടുത്ത് വന്നിരിക്കുന്നു, നല്ല പൊട്ടീര് കൊടുത്താലും ആരും ഒന്നും പറയത്തില്ല. അതൊക്കെ അവർ അർഹിക്കുന്നതാണ്. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സമ്പാദ്യം മുഴുവൻ കട്ട് മുടിപ്പിച്ച് നശിപ്പിച്ചു, ഇടി വെച്ച് കൊടുത്താൽ ഒരു ദോഷമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിടിച്ചു പറിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സമൂഹത്തിന് മുന്നിൽ നല്ലത് കൊടുത്തെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഒന്നും അല്ലാത്ത പക്ഷം, ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും അല്ലാത്ത പക്ഷം സമരം ചെയ്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു സമരത്തിൽ ബോംബേറോ കല്ലേറോ അല്ലെങ്കിൽ അസഭ്യ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അതിനേക്കാളേറെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള അധിക്ഷേപമായിട്ടുള്ള തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടടി അവർക്ക് കൊടുത്താലും ആർക്കും ഒന്നും പറയാനില്ല. പക്ഷേ അവർ മാന്യമായ രീതിയിൽ അവർ സമരം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് വന്നിട്ട്, അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും വാക്കേറ്റമോ കയ്യേറ്റമോ എന്തെങ്കിലും ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും ഒരു മനുഷ്യനെ തല്ലുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ സാറേ? ഞാൻ എന്ന ചോദിക്കും ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല, ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്. വീട്ടമ്മ എന്നുള്ള വാക്ക് പറയരുതെന്നാണ് ഇപ്പോൾ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. എന്നാലും നമ്മളൊക്കെ വീട്ടമ്മ എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി. നമ്മളൊക്കെ അതിൽ അഭിമാനിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. വീട്ടമ്മ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. വനിതാ കമ്മീഷൻ്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വീട്ടമ്മ എന്ന് സ്വയം പറയരുതെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വനിതാ സെല്ലിൻ്റെ മാർഗത്തെ, അതായത് അവരുടെ ആ ഒരു വാക്കുകളെ മാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടമ്മ എന്ന് ഓർമ്മിക്കാതെ പറഞ്ഞതാണ്, ക്ഷമിക്കുക. പകരം ഞാൻ ആ വീട്ടമ്മ എന്നുള്ള പ്രയോഗത്തെ തിരിച്ചെടുത്തിരിക്കുന്നു. അതിന് പകരം ഞാൻ കുലസ്ത്രീ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു. കാരണം കുലസ്ത്രീ എന്നുള്ള വാക്ക് പറയുന്നതിൽ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. വീട്ടമ്മ എന്ന് പറയാൻ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ നമ്മുടെ വനിതാ കമ്മീഷൻ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോൾ നമ്മളതെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വാക്ക് മാറ്റിയിട്ടുണ്ട്. കുലസ്ത്രീ എന്ന് തന്നെ പറയാം. നമ്മൾ കുലകൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടമാണ്. എന്തിനാണ് സാറേ ഇങ്ങനെ തലിച്ചതയ്ക്കുന്നത്? ഇതിൻ്റെ എന്താവശ്യമുള്ളത്? അവരും മനുഷ്യരല്ലേ, പച്ചയായ മനുഷ്യനല്ലേ? ഇനി എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇങ്ങനെ തല്ലുന്നത് ശരിയാണോ? എന്നാൽ ചോദിക്കും, നീ ആരാടി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാനെന്ന്? ഞാൻ ആരുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പച്ചയായ മനുഷ്യ സ്ത്രീയാണ്, ഞാനൊരു കുലസ്ത്രീയാണ്. പക്ഷേ എന്നാലും ഒരു മനുഷ്യനെ ഇത്രയും പേര് ചേർന്ന് ഇങ്ങനെ തല്ലുമ്പോൾ, അതായത് ആ സഹോദരൻ്റെ ശരീരത്തിലുള്ള ആ ഒരു തല്ലിൻ്റെ പാടുകളൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞു വടിയെടുത്ത് നമുക്കൊരു അടി കിട്ടിയാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കുട്ടിക്കാലത്തൊക്കെ അടി കിട്ടിയതിൻ്റെ നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ ഒരു കമ്പെടുക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ ഒരു മനുഷ്യന് ഇത്രയും മൃഗീയമായിട്ട് എങ്ങനെ തല്ലാൻ തോന്നുന്നു സാറേ? ഇത്ര പബ്ലിക്കായിട്ട് ഇവർ ഇങ്ങനെയൊക്കെ തല്ലാനുള്ള മനസ്സുള്ള നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒരാളെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഓർമ്മ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. സത്യത്തിലെ വലിയ സങ്കടമായിപ്പോയി. ആ ഒരു മനുഷ്യൻ്റെ ശരീരം ഇരിക്കുന്നത് കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല. വളരെ വേദന തോന്നി. എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് സാറേ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ സാറിനെ ഉപദേശിക്കാനൊന്നും ആളൊന്നുമല്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടുവരാം. ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഈ പട്ടി തല്ലാൻ കണ്ട പോലീസോ തീവ്രവാദികളോ? ഞാൻ വലിയ ഇഷ്ടപ്പെടില്ലേ? ഈ സമരം എന്ന് പറയപ്പെടുന്നത് പോലീസ് സംവിധാനത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസ് സംഘടിക്കാറില്ലേ? ഈ പറയപ്പെടുന്ന NGOസിന്റെ ആളുകൾ സംഘടിക്കാറില്ലേ? ഞങ്ങളെയൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെയില്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം, അവർക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ നോക്ക്, ഞങ്ങൾ മാന്യമായി സമരം ചെയ്തതല്ലേ? അവര് എന്നെ അറിയുന്ന ഒരു പേരെടുത്തിട്ട് അവനെ കൊല്ലടാന്ന് പോലീസ് പറയുന്നത് അവന് ഞാൻ കാണും. കണ്ടിട്ട് ഞാൻ നീ എന്റെ പേര് ഞാൻ വിഷയം എനിക്ക് വിഷയം
രാത്രി വീശി അടിക്കുക. നിങ്ങൾ 100 പേര് തല്ലുമ്പോൾ ഓട് നാളെ വിളിച്ചോ. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്താ സംഭവിച്ചത്? ഞങ്ങൾ വളരെ സമാധാനപരമായി നടത്തിയ മാർച്ച് പോലീസ് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തെരഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. 1 2 വാണിംഗ് തരാതെ 10 12 നടന്നത് പോലീസോടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഇവിടെ കേന്ദ്ര സർക്കാരിനും എതിരെയല്ല ഞങ്ങൾ സമരം ചെയ്ത് മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ പോലീസ് എന്താണ് ക്രിമിനൽ എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത്. ഞങ്ങളെ ഒരുപാട് ശരിക്കും പറയുകയാണെങ്കിൽ ജംഷീർ എന്ന് പറയുന്ന ആ ഒരു സഹോദരനെ ഉണ്ടല്ലോ തല്ലിച്ചതച്ച് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ആ മുറിവുകളൊക്കെ കണ്ടില്ലേ? അദ്ദേഹം എൻ്റെ പൊന്നോ ചിന്തിക്കാൻ വയ്യ. എന്തിനാണ് ആ പാവത്തിന് ഇങ്ങനെ തല്ലിച്ചതച്ചതെന്ന് വെച്ചാൽ അറിയില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പേരെടുത്ത് പറഞ്ഞിട്ട് ജംഷീർ എന്നുള്ള പേരെടുത്ത് പറഞ്ഞിട്ടൊക്കെയാണ് തല്ലിയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് വാസ്തവമെന്ന് നമുക്കറിയില്ല. തല്ലുന്ന വീഡിയോ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ ആ ഒരു സംഘർഷമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. പറയുന്നത് ജംഷീർ എന്നുള്ള പേര് എടുത്ത് പറഞ്ഞിട്ടാണ് തല്ലിയത് എന്നാണ് പറയുന്നത്. പക്ഷേ അവരാരും ഒരടി പോലും പുറകിലോട്ട് നിൽക്കാൻ അവരാരും ഇഷ്ടപ്പെടുന്നില്ല. അവരാരും പുറകോട്ട് മാറുമെന്നും തോന്നുന്നില്ല. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസാന ശ്വാസം വരെ നമ്മളിൽ ഒരാളെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ പൊരുതുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു തീരുമാനം വളരെ ശക്തമായിട്ടുള്ള തീരുമാനം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ എന്തിനു വേണ്ടിയിട്ടാണ് അവർ പൊരുതുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ കിടന്ന് കഷ്ടപ്പാട് കൊണ്ട് ഈ അടിയൊക്കെ കൊണ്ട് ഇങ്ങനെ സമരം ചെയ്യുന്നത്. അതുപോലും മനസ്സിലാക്കാതെയാണല്ലോ അവരിങ്ങനെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ കഷ്ടം തോന്നുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സാറന്മാരോട് ഒരു അപേക്ഷയുണ്ട്. എൻ്റെ അപേക്ഷയൊന്നും നിങ്ങളാരും കേൾക്കില്ല എന്നറിയാം. എന്നാലും ഒരു തല്ലിച്ചതയ്ക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ചൊരു ഇത് വേണ്ടേ സാറന്മാരെ? ഇങ്ങനെ തല്ലരുത്. നമ്മൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് തലമുറകളുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. ആ കുട്ടികൾക്ക് ശേഷവും തലമുറകളുണ്ടാവാം. അങ്ങനെ ഒരു 7 തലമുറയെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ 7 തലമുറയ്ക്ക് മറ്റുള്ളവരുടെ ശാപം മേടിച്ച് തലയിൽ വെക്കുന്നത്? ഈ ഒരു ശാപമൊക്കെ ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നമ്മളെ കാർന്ന് തിന്നും, നമ്മൾ പോലും അറിയില്ല. നമ്മുടെ കാലമൊക്കെ അങ്ങ് കഴിയും. അതിനുശേഷം നമുക്ക് വരുന്ന തലമുറകളായിരിക്കും ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയൊക്കെ ശാപം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ചാനലിലൂടെ ഇതൊക്കെ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഈ വാക്കുകളെ ആർക്കെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈർഷ്യ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉത്തരവാദിയൊന്നുമല്ല. എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. എനിക്കൊരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, എല്ലാവരും സന്തോഷത്തോടുകൂടി ഐക്യതയോടുകൂടി കഴിയുക. അതിൽ പരം എനിക്കൊന്നും പറയാനില്ല. ഞാൻ എല്ലാ വീഡിയോകളിലും ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തേക്കും.